ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിലും സ്വർണ്ണപീഠ കേസിലും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഹൈക്കോടതി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇരട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഹൈക്കോടതി. ശബരിമല ദ്വാരപാലക പീഠം കാണാതായെന്ന പരാതിയിലും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഹൈക്കോടതി. വലിയ വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നലെ ഈ സ്വർണ്ണപീഠം കാണാതായ പരാതിയിൽ വലിയ ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചത്. ഏതായാലും ഹൈക്കോടതി ചീഫ് വിജിലൻസ് ഓഫീസർ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വർണം പൂശിയതിലടക്കം വലിയ സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നു എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. അതിനാലാണ് അന്വേഷണം തുടരാനും വിശദമായ അന്വേഷണത്തിനും നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്ട്രോങ് റൂമിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കണം എന്നതും പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ സ്വർണ്ണപീഠം കാണാതായതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അത് വീട്ടിൽ കൊണ്ട് വച്ച ആൾ തന്നെ, അതിൻ്റെ സ്പോൺസർ തന്നെ വന്ന് പരാതി കൊടുക്കുന്ന സാഹചര്യം, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, എന്തൊക്കെയോ പുകയുന്നുണ്ട് എന്ന ഒരു സംശയം എല്ലാവരിലും ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളായതാണ് ഏതായാലും ഈ അടുത്തിടെ ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഷബ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, ഹൈക്കോടതിയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ എന്തൊക്കെ? ഇരട്ട അന്വേഷണത്തിനാണോ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, ഏതായാലും കോടതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു. ശബരിമല വിജിലൻസ് കമ്മീഷണർ നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കോടതി ഈ രജിസ്റ്ററുകൾ പരിശോധിച്ചതിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററുകളിൽ കൃത്യതയില്ല അല്ലെങ്കിൽ വ്യക്തതയില്ല എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. ഈ സ്ട്രോങ് റൂമിലെ രജിസ്റ്ററുകൾ അടക്കം പരിശോധിക്കണം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ശബരിമല വിജിലൻസ് കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ രഹസ്യമായിരിക്കണം എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായി ഇതിൽ ഈ പീഠം കൊണ്ടുപോയത് അല്ലെങ്കിൽ ഇത് കാണാതായത് സംബന്ധിച്ച് ഉള്ള അന്വേഷണം നടത്തുക, അതിന് ഏറ്റവും അനുയോജ്യം റിട്ടയേർഡ് ജില്ലാ ജഡ്ജാണ്. അതോടൊപ്പം തന്നെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് കമ്മീഷണറും അന്വേഷണം നടത്തട്ടെ. അതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഹൈക്കോടതിക്ക് മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. രേഖകൾ പരിശോധിച്ച് സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഇന്ന് ശബരിമലയിലെ വിജിലൻസ് കമ്മീഷണർ നേരിട്ട് കോടതിയിൽ എത്തിയിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ പീഠം കാണാതായത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തി എന്ന കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടാണ് കോടതി കുറേ അധികം നേരം വിജിലൻസ് കമ്മീഷണറോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയും തുടർന്നാണ് ഈ അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയും ചെയ്ത്. കൃത്യമായ രജിസ്റ്ററുകൾ ഇല്ല അല്ലെങ്കിൽ രജിസ്റ്ററുകൾ കൃത്യമായ കണക്കുകൾ ഇല്ല എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം സ്ട്രോങ് റൂമിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പീഠം കാണാതായി വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇത് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അധികൃതർ പോയിട്ടുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വമില്ലേ? ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ നിരീക്ഷണമാണ് പങ്കുവച്ചത് ഷബ്ന? ലക്ഷ്മി, ഈ കേസിൽ കോടതി നമുക്കറിയാം, ഈ കോടതിയിൽ ഈ കേസ് എത്തുന്നത് തന്നെ സ്വർണ്ണപ്പാളി ഇളക്കിയതുമായി ബന്ധപ്പെട്ട് ആണ്. ഇത് ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ചാണ് കോടതി ഈ വിഷയം പരിഗണനയ്ക്ക് എടുക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി എന്ന് കോടതിയോട് നേരത്തെ തന്നെ ദേവസ്വം കമ്മീഷണർ അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഈ സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എ പത്മകുമാർ, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണത്തിനുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ദേവസ്വം വിജിലൻസ് സത്യസന്ധമായിട്ട് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോ പീഠം കാണാനില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന്
പറഞ്ഞ ആളിന്റെ വീട്ടിൽ നിന്ന് തന്നെ അത് കിട്ടുന്ന അവസ്ഥയുണ്ടായല്ലോ. എന്താ ഇത് 2019 കഴിഞ്ഞ് 2020-21 കാലഘട്ടത്തിലെ കാര്യമാണ്. അപ്പൊ എന്തായാലും അത് വിജിലൻസ് അന്വേഷിക്കട്ടെ, കോടതി അന്വേഷിക്കട്ടെ, എന്താണ് ഉണ്ടായതെന്നുള്ളത് തെളിയിക്കട്ടെ. ഇതാണ് എനിക്ക് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം. ശ്രീ പത്മകുമാർ, ഈ സ്വർണ്ണപീഠം കാണാതായി എന്ന് ഇദ്ദേഹം പുറത്തേക്ക് വന്ന് പറയുന്നത് വരെ ഇതറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു പിഴവല്ലേ? അല്ല, അപ്പൊ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടല്ലോ. കാരണം ഈ കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഇത് കൊണ്ട് പിടിപ്പിക്കുന്നത്. കാരണം എന്റെ കാലഘട്ടം തീരുന്നത് 2019 നവംബറിലാണ്. 19 നവംബറിലാണ്, സെപ്റ്റംബറിലാണ് ഇത് കൊണ്ട് പിടിപ്പിക്കുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പരിശോധിക്കേണ്ട കാര്യമാണ്. ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണപീഠം കാണാതായി എന്നുള്ള കാര്യം അധികൃതർ അറിയുന്നില്ല. അത് സ്പോൺസർ തന്നെ മുന്നോട്ട് വന്ന് ഇതാ സ്വർണ്ണപീഠം കാണാതായി എന്ന് പറയുന്നു. തുടർന്ന് നടത്തുന്ന പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ, ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് സ്വർണ്ണപീഠം കണ്ടെത്തുന്നു. ഏതായാലും ഈ പരാതി അദ്ദേഹം പുറത്തു പറയുന്നത് വരെ കാര്യങ്ങൾ അറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് അവിടെയുള്ള ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രീ പത്മകുമാർ? അത് അയാൾ പീഠം ഉൾപ്പെടെ അവിടെ കൊണ്ടുവച്ചപ്പോ അതിന്റെ അളവ് ശരിയല്ലായിരുന്നെന്നും രണ്ടാമതൊരു പീഠം പണിയാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിച്ചെന്നും അങ്ങനെ രണ്ടാമത്തേതാണ് കാണാതെ പോയെന്നുമാണല്ലോ അയാൾ പറയുക. അപ്പൊ അതെന്താ സംഭവം എന്നുള്ളത് ഇപ്പൊ വിജിലൻസ് അന്വേഷിക്കട്ടെ. എന്തിനാണ് നമ്മളൊരു ഗസ്റ്റ് ചെയ്ത് വർത്താനം പറയേണ്ട കാര്യമില്ലല്ലോ. വിജിലൻസ് അന്വേഷിക്കട്ടെ, കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. എവിടെയെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പെശക് കാണിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അന്വേഷണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും ഒരു മേൽനോട്ടക്കുറവ് ഉണ്ടായി എന്ന് നമ്മൾ കരുതണം എന്ന് തോന്നുന്നു പത്മകുമാർ. അതെ, അത് പരിശോധിക്കട്ടെ. കോടതിയും വിജിലൻസും പരിശോധിച്ചിട്ട് അവരുടെ അഭിപ്രായം പറയട്ടെ. വ്യക്തമാണ് താങ്കളുടെ നിലപാട്, ശ്രീ എ പത്മകുമാർ. കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ പത്മകുമാർ. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഷബ്ന തുടരുന്നുണ്ട്. ഷബ്ന, കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ലക്ഷ്മി, ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇന്ന് വിജിലൻസ് കമ്മീഷണറോട് നേരത്തെ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഇന്ന് അദ്ദേഹം നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിരമിച്ച ജില്ലാ ജഡ്ജിനോട് അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചത്. അതോടൊപ്പം തന്നെ ശബരിമല വിജിലൻസ് കമ്മീഷണർ നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ വിജിലൻസിൻ്റെ അന്വേഷണവും തുടരട്ടെ എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം കോടതി കണ്ടെത്തിയ ചില കാര്യങ്ങൾ, ഇതിൽ സ്ട്രോങ് റൂമിൽ വച്ചിട്ടുള്ള രേഖകൾ കൃത്യമല്ല എന്നതാണ്. സ്വർണ്ണ പൂശിയതടക്കമുള്ള കാര്യങ്ങൾ അവ്യക്തത ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിട്ടില്ല, രജിസ്റ്ററുകൾ കൃത്യമല്ല എന്ന് കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ശബരിമലയിലെ ഈ സ്വർണ്ണപീഠം അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളി സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. ശബരിമല വിജിലൻസ് കമ്മീഷണറുടെ ഉത്തരവിന് പുറമെ റിട്ടയർഡ് ജില്ലാ ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കട്ടെ എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടൊപ്പം ഈ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറണം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ശബരിമല വിജിലൻസ് കമ്മീഷണർ ഇന്ന് കോടതിയെ അറിയിച്ചത് ഈ പീഠം കാണാതായത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. വിജിലൻസ് കൃത്യമായ അന്വേഷണമാണ് നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ യാതൊരു അപാകതയും ഇപ്പോൾ നിലവിലില്ല എന്ന് പറയുന്നു വിജിലൻസ് കമ്മീഷൻ അറിയിച്ചു. എങ്കിലും റിട്ടയർഡ് ജില്ലാ ജഡ്ജ് സ്വതന്ത്രമായ അന്വേഷണമാണ് നടത്തേണ്ടത്, വിശദമായ പരിശോധനയാണ് ഇതിൽ വേണ്ടത് എന്ന് കോടതി വ്യക്തമാക്കിയായിരുന്നു. ഇതിനകത്ത് സർക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ കോടതിയിൽ, ഷബ്ന? ദേവസ്വം ബോർഡാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഓഫീസറാണ് ഹാജരായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത്. അത് വിജിലൻസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കൃത്യമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പീഠം കാണാതായത് സംബന്ധിച്ചുള്ള ആരോപണം അല്ലെങ്കിൽ പരാതി ഉയർന്നതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഇത് കണ്ടെത്താനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തിയതും അതിൽ എങ്ങനെയാണ് അത് അവിടെ എത്തിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് വിജിലൻസ്
വിജിലൻസ് കോടതിയെ അറിയിക്കുകയായിരുന്നു. ഏതായാലും കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എത്ര അളവിൽ സ്വർണ്ണമുണ്ട്, അതോടൊപ്പം തന്നെ ഈ തിരുവാഭരണവും അതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളും അതിൽ എത്ര സ്വർണം പൂശിയിട്ടുണ്ട്, സ്വർണത്തിൻ്റെ അളവ് എത്ര എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധനയാണ് വേണ്ടത്. ഇതിനാണ് ഈ അന്വേഷണം നടത്തേണ്ടത്. അതിൽ ആ രീതിയിൽ കൃത്യമായി അന്വേഷണം നടത്തി കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത്. ഇത്രയും വർഷങ്ങളുടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ സ്പോൺസർ തന്നെ മുന്നോട്ട് വന്ന് പറയുന്നു സ്വർണ്ണപീഠം കാണാനില്ലെന്ന്. അപ്പോൾ മാത്രമാണ് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് അവിടെ ദേവസ്വം ബോർഡിനടക്കം മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു മേൽനോട്ട കുറവ്, പരിശോധനാ കുറവ് ഒക്കെ ഉണ്ടായി എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബ്ദം ഈ കേസ് നോക്കുമ്പോൾ? തീർച്ചയായും. കാരണം ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് 1999 രജിസ്റ്റർ മുതലാണ്, അത് മുതൽ ഉള്ള ഇത്രയും വർഷങ്ങളുടെ പഴക്കമുണ്ട്, അത്തരത്തിലുള്ള ആ രജിസ്റ്ററിൽ അവ്യക്തതയുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി എത്ര സ്വർണം പൂശിയിരുന്നു, എത്ര സ്വർണ്ണാഭരണങ്ങളുണ്ട്, അത് സംബന്ധിച്ച് ഒരു വ്യക്തത കുറവുണ്ട്. കോടതി ഇപ്പോൾ ഈ രജിസ്റ്ററുകൾ പരിശോധിച്ചിരുന്നു, കോടതിക്കും അത്തരത്തിൽ അവ്യക്തത തോന്നുന്നു എന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. രണ്ട് അന്വേഷണം ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇരട്ട അന്വേഷണം തന്നെയാണ് ഇതിൽ നടക്കുന്നത്. കാരണം റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് അന്വേഷിക്കുന്നു, നിലവിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നിലവിൽ നടത്തുന്ന അന്വേഷണം തുടരട്ടെ. കൂടാതെ റിട്ടയേർഡ് ജില്ലാ ജഡ്ജും ഇതിൽ അന്വേഷണം നടത്തി ഈ സ്വർണത്തിൻ്റെ അളവടക്കം, ഈ രജിസ്റ്ററുകളിലെ കൃത്യത അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കട്ടെ എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനെ അടക്കം സംശയനിഴലിൽ ആക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പീഠം വിവാദത്തിൽ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്.